organ and its conflict, cerebellum controlled organ and its conflict, അതിനുശേഷം സെറിബ്രൽ മെഡുല ആ കൺഫ്ലിക്റ്റ്. അങ്ങനെ ഈ ഓരോ കൺഫ്ലിക്റ്റിനെ പറ്റിയാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ 3 പ്രാവശ്യമായിക്കൊണ്ട്, അതിനു മുമ്പ് നമ്മൾ ക്ലാസ് എടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസ്, സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻ ആൻഡ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ്, സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻ ആൻഡ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിച്ചത്. അതിനിടയിൽ ഡോക്ടർ വർഗീസിൻ്റെ കണ്ണിനെ പറ്റിയും കഴിഞ്ഞ പ്രാവശ്യം ചെവിയെ പറ്റിയും വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ സ്മരിച്ചുകൊണ്ട് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ ഹനിമാൻ, GSKയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ വൈക്കെ ഗിയാഡ് ഹാമർ എന്നീ ലെജൻഡിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബ്രെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 അവയവങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത്. ബ്രെയിൻ സ്റ്റം, സെറിബെല്ലം, സെറിബ്രൽ മെഡുല, സെറിബ്രൽ കോർട്ടക്സ് അല്ലെങ്കിൽ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. നമ്മൾ പലപ്പോഴും GSK എന്ന അറിവിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹവും എല്ലാവരും കൂടുതൽ സംസാരിക്കുന്നത് അതിൻ്റെ GSK എന്നാൽ എന്താ, അതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്താണ് എന്ന് മാത്രം കൂടുതൽ ആഴത്തിൽ പഠിക്കാതെ കോൺഫ്ലിക്റ്റിനെ പറ്റി മാത്രമാണ് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അതറിയാനാണ് പലപ്പോഴും പലരുടെയും ശ്രമവും. പക്ഷേ അത് GSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റുകൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിൻ്റെയും അതിൻ്റെ ഫങ്ഷൻസിൻ്റെയും ഒക്കെ ഉള്ള ആ ഒരു പഠനമാണ് GSK വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും പരിണാമത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നതാണ് മനുഷ്യൻ. പരിണാമത്തിൽ ഏകകോശ ജീവി മുതൽ മനുഷ്യൻ വരെ എത്തി നിൽക്കുമ്പോൾ പരിണാമത്തിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്തി നിൽക്കുന്ന മനുഷ്യനിലാണ് ഏറ്റവും വലിയ ബ്രെയിൻ ഉള്ളത്. ഏറ്റവും വലിയ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ വലിപ്പത്തിന് ആനുപാതികമായി ഏറ്റവും വലിയ ബ്രെയിൻ ഉണ്ടായിരിക്കുന്നത് മനുഷ്യനിലാണ്. ഇപ്പോൾ വലിയ ഒരു തിമിംഗലത്തിന് അല്ലെങ്കിൽ ഒരു സ്രാവിന് അതല്ലെങ്കിൽ ആനയ്ക്ക് അവരുടെ ശരീരത്തിന് ആനുപാതികമായ ഒരു തലച്ചോറിൻ്റെ വളർച്ചയില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യനിലാണ് ഏറ്റവും വലിയ തലച്ചോറുള്ളത്. ആ ഏറ്റവും വലിയ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും സിംഹഭാഗവും വരുന്നത് സെറിബ്രൽ കോർട്ടക്സ് ആണ്. കോർട്ടക്സ് എന്ന വൈറ്റ് മാറ്റർ. ഈ കോർട്ടക്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ശരിക്കും ഈ ഹോമിയോപ്പത്സ് എന്ന നിലയിലും ഇപ്പം ഇതിനകത്ത് ഹോമിയോപ്പത്സ് ആണ് കൂടുതലുള്ളത്, അല്ലാത്ത ആൾക്കാരിലും തലച്ചോറിനെ പറ്റി നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. അതിൽ തന്നെ തലച്ചോറ് ന്യൂറോളജിസ്റ്റുകൾ മാത്രം മനസ്സിലാക്കേണ്ട ഒരു ഘടകമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അറിയണ്ടാത്തതായ അല്ലെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതായ രീതിയിലാണ് നമ്മൾ തലച്ചോറിനെ പറ്റി നമ്മളുടെ അറിവുകളുള്ളത്. പക്ഷെ ശരിക്കും GSKയുടെ ഒരു പഠനത്തിൽ കൂടി അത് ഒരു ദിവസം കൊണ്ടല്ല അതുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ വായിച്ച്, നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ച്, വീണ്ടും വീണ്ടും മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ തലച്ചോറിനെ പറ്റിയുള്ള വളരെ കൃത്യമായ ഒരു അറിവ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സ് എന്ന കോർട്ടിക്കൽ കൺട്രോൾഡ് ഓർഗൻസ് ആൻഡ് ഇറ്റ് കോൺഫ്ലിക്ട്സ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്തൊക്കെയാണ് ഏതൊക്കെ അവയവങ്ങളെയാണ് കോർട്ടക്സ് നിയന്ത്രിക്കുന്നത് എന്നും ഏതൊക്കെ കോൺഫ്ലിക്റ്റുകളാണ് ഉള്ളത് എന്നും. ശരീരത്തിലെ ഏറ്റവും വലിയ ഭാഗമായ സ്കിൻ എക്ടോഡേമാണ്. എക്ടോഡേം കൺട്രോൾഡ് ഓർഗൻസ് ആണ്. നമ്മൾക്ക് ജെർമിനൽ ലെയറുകളുടെ കൺട്രോളിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. എൻഡോഡെർമിൻ കൺട്രോൾ ചെയ്യുന്നതാണ് ബ്രെയിൻ സ്റ്റം.
ഓൾഡ് മീസോഡിയം ആണ് സെറിബെല്ലം, ന്യൂ മീസോഡിയം ആണ് സെറിബ്രൽ മെഡുല. അതിൽ എക്ടോഡിയം അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള കല, അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിനെ തന്നെ അനാറ്റമിക്കലി നമുക്ക് അതിനെ പല ഭാഗങ്ങളായിട്ട് അനാറ്റമിക്കലി പറയാറുണ്ട്. ഫ്രോണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പരേറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, ഇങ്ങനെ ഇതതിൻ്റെ അനാറ്റമിക്കൽ ഡിവിഷനാണ്. നെറ്റിയുടെ ഭാഗം ഫ്രോണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പരേറ്റൽ ബോണിന്റെ ഭാഗം, അതുപോലെ തന്നെ ഓസിപിറ്റൽ ഭാഗം. ഈ അനാറ്റമിക്കൽ കൺട്രോൾ കൂടാതെ തന്നെ ഫങ്ഷണലി കോർട്ടെക്സിനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. മോട്ടോർ കോർട്ടെക്സ്, സെൻസറി കോർട്ടെക്സ്, പോസ്റ്റ് സെൻസറി കോർട്ടെക്സ്, പ്രീ മോട്ടോർ സെൻസറി കോർട്ടെക്സ്, വിഷ്വൽ കോർട്ടെക്സ് എന്നിവ ആണ് അതിൻ്റെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫങ്ഷണലായിട്ട് അതിൻ്റെ ഡിവിഷൻസ്. അപ്പോൾ ഈ ഏറ്റവും വലിയ ഈ നമ്മുടെ തലച്ചോറിൽ ഏത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് ഉള്ളത് എന്ന് നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കോൺഫ്ലിക്റ്റുകളെ കോർട്ടെക്സിനുള്ളൂ, സെറിബ്രൽ കോർട്ടെക്സിനുള്ളൂ. അതിലേറ്റവും പ്രധാനം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, രണ്ടാമത്തേത് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് എന്നത് മാത്രമാണ് നമ്മളുടെ കോർട്ടിക്കൽ കൺട്രോൾഡ് ഓർഗൻസിൽ വരുന്ന കോൺഫ്ലിക്റ്റുകൾ. ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ കോൺഫ്ലിക്റ്റുകളെ പറ്റി സംസാരിക്കാം. കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് കോൺഫ്ലിക്റ്റുകൾ. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ വേർപാട്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേർപാട്. ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് മീൻസ് അധീന മേഖലയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. ഇതിനോടൊപ്പം തന്നെ സ്കിന്നിനെ, നമ്മുടെ ശരീരത്തിലെ എക്സ്റ്റേണൽ സ്കിൻ എന്നത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളത് മനുഷ്യനിൽ മാത്രമാണ്. മറ്റുള്ള എല്ലാ ലോവർ ഫോംസ് ഓഫ് ആനിമലിലും സ്കിന്നിന് ഇത്രമാത്രം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഓർഗൻ എന്ന രീതിയിൽ, ഒരു സെൻസ് ഓർഗൻ എന്ന നിലയിൽ മറ്റ് ജീവജാലങ്ങളിൽ സ്കിൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം മനുഷ്യനെ തൊട്ട് താഴെ നിൽക്കുന്ന എയ്പ്സ് എടുക്കുവാണെങ്കിലോ, കുരങ്ങ് വർഗ്ഗങ്ങൾ, ഒറാങ്ങോട്ടാങ്, ചിമ്പൻസി, അവർക്കെല്ലാം പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അവരുടെ ശരീരം മനുഷ്യ ശരീരം പോലെ ഒരു സെൻസറി ഓർഗനായിട്ട് പരിണമിച്ചിട്ടില്ല. സെൻസറി ഓർഗൻ എന്ന നിലയിൽ പരിണമിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ആ ഒരു ടച്ച് സെൻസേഷൻസ് കുറവാണ്. രോമം ആവൃതമാണ് ശരീരം തന്നെയല്ല മറ്റ് ലോവർ ഫോംസ് ഓഫ് ആനിമൽസിൽ. പക്ഷെ മനുഷ്യനിൽ രോമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും സ്കിന്നിൽ ഏറ്റവും കൂടുതൽ സെൻസേഷൻ ഉണ്ട്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമായിട്ട് തന്നെ നമുക്ക് സ്കിന്നിനെ കാണാൻ പറ്റും. ആ ഏറ്റവും വലിയൊരു അവയവം എന്ന നിലയിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനെ സംബന്ധിച്ചുള്ള ഏക കോൺഫ്ലിക്റ്റ് സെപ്പറേഷനാണ്, വേർപാട്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വിഷയമാണ് വേർപാട് എന്നുള്ള. മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം തന്നെ വേർപാടുണ്ടായിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇണ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും കൂടുതലായിട്ട് വരുന്നത് അവിടെ മറ്റ് ഇപ്പം ഒരു ജീവജാലങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് നായ്ക്കളിലെല്ലാം കണ്ടിട്ടുണ്ട് പലപ്പോഴും സ്കിൻ കംപ്ലൈന്റുകളായിട്ട് വരുന്നത്. അവിടെ എക്ടോഡിയം ഉണ്ടെങ്കിലും മനുഷ്യന്റെ അത്രയും ഡെവലപ്ഡ് അല്ല. ആ രോമങ്ങളുടെ രോമ പൊഴിച്ചിൽ ഉണ്ടാകുന്നത് അവിടെയും ഒരു സെപ്പറേഷൻ കൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ മറ്റുള്ളതാണ് നമ്മൾ ടെറിട്ടറി എന്ന് പറയുന്നത്. ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ഒരു വലിയ ഒരു അർത്ഥം ഉള്ള, വളരെയധികം അർത്ഥം മനസ്സിലാക്കേണ്ട, ആ വാക്കിന് അർത്ഥം മാത്രമല്ല, ഇതിനെല്ലാം നമുക്ക് തന്നെ മറ്റു വിവിധ തലങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ അർത്ഥങ്ങളെ മനസ്സിലാക്കേണ്ടത്. അധീന മേഖല, ഈ അധീന മേഖലയിൽ ഉണ്ടാകുന്നതിന് ഒരു സെക്ഷൽ ആസ്പെക്റ്റും കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളെ നമ്മൾ തൊടുമ്പോൾ, ടച്ച് ചെയ്യുമ്പോൾ, ആ ടച്ച് എന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ അത് തൊടുന്നയാൾ അല്ലെങ്കിൽ തൊട്ടയാൾ ആഗ്രഹിക്കുന്നതാകാം, ചിലപ്പോൾ ആഗ്രഹിക്കാത്തതാകാം. അത്
ഓപ്പോസിറ്റ് സെക്സ് വരുമ്പോൾ അത് ഒരു സെക്ഷൽ ആസ്പെക്ട് കൂടി അതിനുണ്ട്. അവിടെ അങ്ങനെ വരുമ്പോൾ ഒരു സെക്ഷൽ കൺഫ്ലിക്റ്റ് കൂടി ഈ എക്ടോഡേമിനുണ്ട്. പക്ഷെ അതിൻ്റെ സെക്ഷൽ കൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അൾസറേഷൻ എന്ന അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ അൾസറേഷൻ എന്ന് പറയുമ്പോൾ എക്ടോഡേമിൽ സംഭവിക്കുന്ന അൾസറേഷൻ ശരിക്കൊരു ടിപ്പിക്കലായിട്ട് നമ്മളുടെ എന്താ പതോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരു അൾസറേഷൻ അല്ല, ഒരു മൈക്രോ അൾസറേഷനാണ് പലപ്പോഴും. അതല്ലാതെയും അൾസറേഷൻ ഉണ്ടാകാറുണ്ടെങ്കിലും പോലും സെൽ ലോസ് എന്ന് പറയുന്നതായിരിക്കാം കുറച്ചുകൂടെ കറക്റ്റ് വാക്ക്. അപ്പോൾ ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അല്ലെങ്കിൽ CA ഫേസിൽ ഈ ശരീരത്തിൽ എവിടെയെല്ലാം എക്ടോഡെർമൽ സെല്ലുകളുണ്ടോ അവിടെയെല്ലാം സെൽ ലോസ് എന്ന ഒരു സംഭവം ഉണ്ടാവുകയും അതിനുശേഷം സെൽ ലോസിന് ശേഷം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഉണ്ടായി കഴിയുമ്പോൾ സെൽ റീപ്ലെനിഷ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുകയാണ് ആത്യന്തികമായി എല്ലാ എക്ടോഡെർമൽ ഓർഗൻസിലും നടക്കുന്നത്. അതിൽ വേർപാട് എന്ന കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റിനോടൊപ്പം വരുന്നതാണ് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്. ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിന് 3 ആസ്പെക്റ്റ് ആണുള്ളത്. ഒന്ന് ടെറിട്ടോറിയൽ ത്രെറ്റ്, ടെറിട്ടോറിയൽ ആങ്കർ, ടെറിട്ടോറിയൽ ലോസ്. അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ടെറിട്ടോറിയൽ ത്രെറ്റ്, നമ്മളുടെ അധീന മേഖല നഷ്ടപ്പെട്ടു പോകുമോ, വേറൊരു ശത്രു വന്ന് അധീന മേഖലയിലേക്ക് കീഴടക്കുമോ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഒരു സ്വത്തിനെ സംബന്ധിച്ചാകാം, ജോലിയെ സംബന്ധിച്ചാകാം, അതല്ലെങ്കിൽ അതിർത്തി, ഈ പറഞ്ഞ അതിർത്തി തർക്കങ്ങൾ, അങ്ങനത്തെ ഒരു രീതിയിലാകാം. അതെല്ലാം. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെയും ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഇടം വേറൊരാൾ എടുക്കുമ്പോഴാകാം. ഇതെല്ലാം ടെറിട്ടറിയിൽ പെടുന്നു. അപ്പോൾ ഏതാണ് ടെറിട്ടറി എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നിശ്ചയിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ സൈക്കിന്റെ പ്രത്യേകത കൊണ്ട്. അതല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റിനെ വ്യക്തി എങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്തു, അല്ലെങ്കിൽ വ്യക്തി എങ്ങനെ പെർസീവ് ചെയ്തു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ആ പെർസെപ്ഷൻസിന്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അവരുടെ ടെറിട്ടോറിയൽ പ്രശ്നങ്ങളെ അതനുസരിച്ചിട്ടാണ് വ്യക്തിയിൽ ടെറിട്ടറി വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതനുസരിച്ചിട്ട് എവിടെയാണ് ഉണ്ടാകുന്നതെന്നും തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് അവയവങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെ അവയവങ്ങളിലാണ് ഇത് ബാധിക്കുന്നത് എന്ന് നോക്കാം. അത് ഞാനിന്ന് 1-2 ഫോട്ടോസ് ഇട്ടിരുന്നു. നിങ്ങൾ ഫോട്ടോസ് നോക്കിയിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോട്ടോ ഒന്ന് നോക്കിയെങ്കിൽ മാത്രമേ കുറച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് കുറേ അധികം ഓർഗൻസ് ഉണ്ട്. അതിലെ എല്ലാ ഭാഗങ്ങളെയും എപ്പോഴും ഒറ്റയടിക്കുന്നു ഓർത്തിരിക്കുകയൊന്നുമില്ല. ഇത് കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് ഓർത്തിരിക്കും. ആദ്യമേ വായിച്ചപ്പം എല്ലാവർക്കും, ഇപ്പം ഡോക്ടർ വർഗീസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, വായിച്ച് പലതവണ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാരെന്ന നിലയിൽ നമുക്ക് മറ്റുള്ള വ്യക്തികളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ സാധാരണക്കാരെ അപേക്ഷിച്ച് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും അതല്ലെങ്കിൽ ശരീരത്തിലെ ഈ അവയവങ്ങളെ പറ്റിയൊക്കെ കുറച്ച് കൂടുതൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മനസ്സിലാക്കൽ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കും. പക്ഷെ പലപ്പോഴും സാധാരണ മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ല GSKയിൽ പ്രശസ്തരായി തീർന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ learninggnm.com എന്ന വെബ്സൈറ്റ് മെഡിക്കൽ ഡോക്ടർ അല്ല. മിസ് കരോളിൻ മാർക്കൊലിൻ എന്ന വ്യക്തി ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല. അതുപോലെ തന്നെ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസ് എഴുതിയ ബിയോൺ എബിൽ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല. പക്ഷെ അവരുടെ ബുക്കുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ PDF-കളൊക്കെ മറ്റെല്ലാവർക്കും നമുക്ക് വായിക്കാൻ ലഭ്യമാണ്. അപ്പം ഇതെല്ലാം ഒന്ന് വായിക്കുകയും കൂടി ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ഇന്ന് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ചെങ്കിലും ആൾക്കാരൊന്ന് നോക്കിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പല കോൺഫ്ലിക്റ്റുകളുണ്ട് അതില് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് പറഞ്ഞു നമ്മൾ. അതുകൂടാതെ തന്നെ മോട്ടോർ കോൺഫ്ലിക്റ്റ്,
നമ്മുടെ സ്ട്രിയേറ്റഡ് മസിൽസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ലാതാകുക, അതാണ് മോട്ടോർ കോൺഫ്ലിക്റ്റ്. ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്, നമ്മുടെ മിന്നൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്രോണ്ടൽ ഫിയർ അതിനെ വിളിക്കുന്ന ഫ്രോണ്ടൽ ഫിയർ, നമ്മുടെ തൊട്ട് മിന്നലുള്ള വലിയൊരു അപകടം, ആ അപകടത്തെ പറ്റി നമുക്കുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഫ്രോണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ്. മറ്റൊന്ന് പവർലെസ് കോൺഫ്ലിക്റ്റ്. പൊതുവെ പവർലെസ് കോൺഫ്ലിക്റ്റ് സ്ത്രീകളിലാണ് ഉണ്ടാകുക. പവർലെസ് കോൺഫ്ലിക്റ്റ് നിസ്സഹായ അവസ്ഥ വരുമ്പോഴാണ് പവർലെസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. പിന്നെ ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് സ്ത്രീകളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. സെന്റ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മൂക്കിനെ സംബന്ധിച്ചുണ്ടാകുന്ന സെന്റ് കോൺഫ്ലിക്റ്റ്, മാർക്കിംഗ് കോൺഫ്ലിക്റ്റ്, ബൈറ്റിംഗ് കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം സെറിബ്രൽ കോർട്ടെക്സിന്റെ കോർട്ടിക്കൽ കൺട്രോൾഡ് ഇതിന്റെ കോൺഫ്ലിക്റ്റുകളാണ്. പക്ഷെ നമ്മൾ ഇതിനെയെല്ലാം രണ്ടെണ്ണം മാത്രമായിട്ട് ഓർത്തിരുന്നാൽ മതി, സെപ്പറേഷൻ ആൻഡ് ടെറിട്ടോറിയൽ. ബാക്കിയെല്ലാം ഇതിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് തന്നെ നമുക്കതിനെ കണ്ടാൽ മതിയാവും. ഏതൊക്കെയാണ് ഇതിന്റെ ഒരു നമ്മളുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അവയവങ്ങളിലെ ഏറ്റവും പ്രധാനം നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്ടോഡേം കൺട്രോൾഡ് ആയിട്ടുള്ള എപ്പിഡെർമിസ്. ശരീരത്തിൽ എപ്പിഡെർമിസ് എവിടെയുണ്ടോ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എപ്പിഡെർമിസിനെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രൽ കോർട്ടെക്സ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുവാണെങ്കിൽ, തൈറോയ്ഡ് എക്സ്ക്രീറ്ററി ഡക്ട്, ബ്രാക്കിയൽ ആർട്ടസ് ഡക്ട്. തൈറോയ്ഡ് എക്സ്ക്രീറ്ററി ഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ലൈഫിൽ തൈറോയിഡ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഡക്റ്റ്ലെസ് ഗ്ലാൻഡുകളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡക്റ്റുള്ള ഗ്ലാൻഡുകളെ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇൻട്രായൂട്രൈൻ ലൈഫിൽ തൈറോയിഡ് ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ ഡക്റ്റ് നഷ്ടപ്പെട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡായി മാറിയത്. പക്ഷേ ആ തൈറോയിഡ് ഡക്റ്റ് അവിടെ റെമനൻസ് ഉണ്ടാവുകയും അതിൻ്റെ കവറിങ്ങിൽ എക്ടോഡേയും കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അവിടുത്തെ പ്രോബ്ലത്തിന്റെ ഫലമായിക്കൊണ്ട് നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരും. അത് പവർലെസ് കോൺഫ്ലിക്റ്റ് ആണ് പൊതുവെ വരുന്നത്. പിന്നെയുള്ളത് ബ്രാക്കിയൽ ആർച്ചസ്. ബ്രാക്കിയൽ ആർച്ചസ് എന്ന് പറയുന്നതും ഈ എയർലി ഇൻട്രായൂട്രൈൻ ലൈഫിൽ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ഓൾഡ് ഗിൽ എന്ന് വിളിക്കുന്ന മത്സ്യങ്ങൾക്കൊക്കെയുള്ള ചെകിള എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ഡെവലപ്മെന്റ് ആണ്. ആ ബ്രാക്കിയൽ ആർച്ചസിന്റെ ഡെവലപ്മെന്റ്സിന്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൊറോണറി ആർട്ടറി, അതിൻ്റെ ആർച്ച് ഓഫ് അയോർട്ട, കരോട്ടിഡ് ആർട്ടറി, ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത് ഈ ബ്രാക്കിയൽ ആർച്ചസിൽ നിന്നാണ്. അതിൻ്റെ കോൺഫ്ലിക്റ്റ് ആ ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് കോർട്ടെക്സ് ആണ്. പിന്നെ പാൻക്രിയാസിലെ ആൽഫ സെൽസിനെ കൺട്രോൾ ചെയ്യുന്നത് കോർട്ടെക്സ് ആണ്. ആൽഫ സെൽസിനെ റൈറ്റ് സൈഡിലും ബീറ്റ സെൽസിനെ ലെഫ്റ്റ് സൈഡിൽ നിന്നും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട വരുന്ന ലരീഞ്ചൽ മസിൽസ്, ലരീഞ്ചൽ മ്യൂക്കോസ റൈറ്റ് സൈഡിൽ, ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ കൺട്രോൾ ചെയ്യുന്നത് ലരീഞ്ചൽ മസിൽസും ലരീഞ്ചൽ മ്യൂക്കസിനെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അത് നമ്മുടെ മൂക്കിലെ നേസൽ മ്യൂക്കോസയിൽ പോകാം, അത് കഴിഞ്ഞിട്ട് ലരിങ്സ്, പിന്നെ ബ്രോങ്കിയൽ മ്യൂക്കോസ ആൻഡ് ബ്രോങ്കിയൽ മസിൽസ് ലെഫ്റ്റ് സൈഡിലാണ് കൺട്രോൾ സെൻറ്റർ. ഈ ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും കൺട്രോൾ സെൻറ്ററിന് ഒരു പ്രത്യേകതയുണ്ടത്. ഞാൻ ഇന്നായിട്ട് ആ ഫോട്ടോയിലുണ്ട്. റൈറ്റ് സൈഡ് ഈസ് നോൺ ആസ് മെയിൽ സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഈസ് നോൺ ആസ് ഫീമെയിൽ സൈഡ്. റൈറ്റ് സൈഡിൽ മാത്രം ഉള്ള കൺട്രോൾ സെൻറ്ററുകളും ലെഫ്റ്റ് സൈഡിൽ മാത്രമുള്ള കൺട്രോൾ സെൻറ്ററുമുണ്ട്. അതിൽ ലരീഞ്ചൽ കൺട്രോൾ എന്ന് പറയുന്നത് റൈറ്റ് സൈഡും
ബ്രോങ്കസ് ആൻഡ് ബ്രേക്കിയൽ മസിൽ, ബ്രോങ്കിയൽ മ്യൂക്കോസ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വേണം കണ്ടിരുന്നത്. പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കുലർ മസിൽസ് ആൻഡ് റൈറ്റ് വെൻട്രിക്കുലർ മസിൽസ്. കൊറോണറി വെയിൻ ആൻഡ് സെർവിക്സ് റൈറ്റ് സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നു. കൊറോണറി ആർട്ടറി ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യപ്പെടുന്നു. കൊറോണറി വെയിൻ ആൻഡ് കൊറോണറി ആർട്ടറി സെറിബ്രൽ കോർട്ടക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെയുണ്ട്. കാരണം കൊറോണറി ആർട്ടറിക്കുള്ളിലും കൊറോണറി വെയിനിനുള്ളിലും ഒരു ടെറിട്ടോറിയൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് സെല്ല് നഷ്ടപ്പെടുകയും, സെൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെൽ നഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ബ്ലഡുകളുടെ സർക്കുലേഷൻ കൂട്ടി നഷ്ടപ്പെട്ട ടെറിട്ടറി തിരിച്ചെടുക്കുക എന്ന ബയോളജിക്കൽ പർപ്പസിന് വേണ്ടിയാണ് ബ്ലഡ് അവിടെ മൈക്രോ അൾസറേഷൻ ഓർ മൈക്രോ സെൽ ലോസ് നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു കൺഫ്ലിക്റ്റ് റിസൊല്യൂഷന് ശേഷം അവിടെ തിരിച്ചു വെൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സെൽ റിപ്ലനിഷ്മെന്റ് ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും, കൊറോണറി ആർട്ടറി. പക്ഷേ ലെഫ്റ്റ് വെൻട്രിക്കുലർ മസിൽസിനും കൺട്രോൾ സെന്റർ സെറിബ്രൽ കോർട്ടക്സ് ആണ്. റെക്ടം ആൻഡ് anus mucosa is also controlled from coronary cerebral cortex. പിന്നെ എന്നുള്ളത് സ്റ്റൊമക് ആൻഡ് ബൈൽ ഡക്ട്, പാൻക്രിയാറ്റിക് ഡക്ട്, ഡുവോഡിനൽ ബൾബ്. അതിൽ നമുക്ക് പാൻക്രിയാറ്റിക് ഡക്ട്, ഡുവോഡിനൽ ഡക്ട്, ബൈൽ ഡക്ട്, ലാർജ് ബൈൽ ഡക്റ്റും അതുകൂടാതെ തന്നെ ഇൻട്രാ ഹെപ്പാറ്റിക് ബൈലറി ഡക്റ്റുകളും, എല്ലാ ഡക്റ്റിൻ്റെ ഇന്നർ കവറിങ്ങുകളും കവർ ചെയ്യുന്നത് എക്ടോഡേം കൺട്രോൾഡ് ആണ്. പിന്നെ ജനറേറ്റീവ് ഓർഗൻസിലേക്ക് വരുമ്പോൾ റീനൽ പെൽവിസ്, യൂറിത്ര ആൻഡ് ബ്ലാഡർ മ്യൂക്കോസ. യൂറിനറി സിസ്റ്റത്തിൽ റീനൽ പെൽവിസ്, യൂറിറ്റർ ആൻഡ് ബ്ലാഡർ. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ഒരു പ്രാവശ്യം കൊണ്ട് ഓർത്തിരിക്കുകയില്ല. എനിക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷെ വളരെ പതുക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുക തന്നെയും ചെയ്യും. ഇപ്പം നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിന് പുറത്തുള്ള സ്കിന്നിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്കിന്നിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേസൽ മ്യൂക്കസ് മെംബ്രെയിൻ, മൗത്ത്, കണ്ണ്, ചെവി, യൂറിത്രൽ ഓപ്പണിംഗ്, റെക്ടൽ ഓപ്പണിംഗ്, വജൈനൽ ഓപ്പണിംഗ്, ഈ ഓപ്പണിങ്സിൽ എല്ലാത്തിലേക്കും എക്ടോഡേം ഇൻവജിനേറ്റ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ കൺട്രോൾ സെന്ററുകളും ഈ സെറിബ്രൽ കോർട്ടക്സിൽ നിന്നാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺട്രോളാണ് നമ്മുടെ കണ്ണില് റെറ്റിനയുടെ കൺട്രോൾ, വിട്രിയസ് ബോഡിയുടെ കൺട്രോളും സെറിബ്രൽ കോർട്ടക്സിൽ നിന്നാണ്. പിന്നെ മറ്റൊരെണ്ണമുള്ളത് മോട്ടോർ ഫംഗ്ഷൻ ഓഫ് ദി സ്കെലിറ്റൽ മസിൽസിന്റെ കൺട്രോളും. മോട്ടോർ ഫംഗ്ഷൻ ഓഫ് ദി സ്കെലിറ്റൽസ്, ശരീരത്തിലെ മുഴുവൻ സ്കെലിറ്റൽ മസിൽസും, വോളണ്ടറി സ്കെലിറ്റൽ മസിൽസ് ഓർ സ്ട്രിയേറ്റഡ് സ്കെലിറ്റൽ മസിൽസിനെ മുഴുവൻ കൺട്രോൾ ചെയ്തിരിക്കുന്നത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്ന്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പെരിയോസ്റ്റിയം. എല്ലാ ബോണിന്റെയും പെരിയോസ്റ്റിയം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടക്സ്. എല്ലാ ബോണിന്റെയും പെരിയോസ്റ്റിയം. ഈ പെരിയോസ്റ്റിയത്തിന്റെ കൺട്രോൾ സെന്ററിൽ സെറിബ്രൽ കോർട്ടക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഈ പെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഒരു കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, പെയിൻ ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക കാരണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ കൺട്രോൾ സെന്ററുകൾ. പിന്നെ അതുകൂടാതെ തന്നെ വരുവാണെങ്കിൽ വായില് മ്യൂക്കോസ ഓഫ് ദി മൗത്ത് ആൻഡ് ലിപ്സ്, ടങ്, പാലറ്റ്, ഫാരിങ്സ്, ഇനാമൽ ഓഫ് ദി ടൂത്ത്, സലൈവറി ഗ്ലാൻഡ് ഡക്ട്, നോട്ട് സലൈവറി ഗ്ലാൻഡ്, ഈസോഫാഗസിന്റെ അപ്പർ ടൂത്ത് എഡ്ജ്, സ്റ്റൊമക്, ലെസർ കർവേച്ചർ ഓഫ് ദി സ്റ്റൊമക്, പൈലോറസ്, ഡുവോഡിനൽ ബൾബ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ബൈൽ ഡക്ട്, ഗോൾ ബ്ലാഡർ, പാൻക്രിയാറ്റിക് ഡക്ട്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രൽ കോർട്ടക്സിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള
സെൻസിറ്റിവിറ്റി കാണാൻ സാധിക്കും. സെൻസിറ്റിവിറ്റി മീൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ശരീരത്തിന് വെളിയിലുള്ള കുറച്ച് ഭാഗമുണ്ട്. എക്ടോഡെയിം സ്ക്വാമസ് എപ്പിത്തീലിയത്താൽ ഉണ്ടായിരിക്കുന്ന എക്ടോഡെയിം ശരീരത്തിന് വെളിയിൽ കുറച്ച് ഭാഗം, സ്കിന്ന്, മ്യൂക്കസ് മെമ്പറൈൻ, നേസൽ മ്യൂക്കസ് മെമ്പറൈൻ, മൗത്ത്, യൂറിത്ര, അങ്ങനെയുള്ള. അതുപോലെ തന്നെയാണ് ശരീരത്തിന് ഉള്ളിലുള്ള ഭാഗങ്ങൾ. ഉള്ളിലുള്ള ഭാഗം മീൻസ് സ്റ്റൊമക്ക്, ലെസർ കർവേച്ചർ ഓഫ് ദി സ്റ്റൊമക്ക്, ഡുവോഡിനം, പാൻക്രിയാറ്റിക് ഡക്റ്റ്, ഈ പറയുന്ന ഗ്ലാൻഡുകളുടെ എല്ലാം ഡക്റ്റ്. ഇതിനെല്ലാം വേറൊരു രീതിയിലാണ് എക്ടോഡെയിം ആണെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രവർത്തനം. അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ, ഇങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ് ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ. രണ്ട് ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ. ഗള്ളറ്റ് മ്യൂക്കോസ മീൻസ് പഴയ റിംഗ് ഫോമിൽ ഉണ്ടാകുമ്പോൾ വരുന്നതാണ് ഗള്ളറ്റ്. ആ ഗള്ളറ്റിന് അകത്തുള്ള എൻഡോഡിയമാണ് സാധാരണഗതിയിൽ നമ്മളെ ശരീരത്തിനെല്ലാം മൗത്ത് മുതൽ ഏനൽ കനാൽ വരെ നോക്കുമ്പോൾ എൻഡോഡിയം കൺട്രോൾഡ് ആണെന്ന് പറയും. പക്ഷെ അതിനകത്തേക്ക് ചില ഭാഗങ്ങളിൽ എക്ടോഡിയം ഉണ്ട്. ആ പ്രദേശങ്ങളെല്ലാം തന്നെ ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആണ്. ഏതൊക്കെ ഭാഗത്താണ് ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ ഉള്ളതെന്നും ഏതൊക്കെ ഭാഗത്താണ് ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ഉള്ളതെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ ഉള്ളതാണ് സ്കിൻ, ഹെയർ, ശരീരത്തിനുള്ള മൊത്തം സ്കിന്നുകളും ഹെയർ ഇതെല്ലാം. ലരീഞ്ചൽ മ്യൂക്കോസ, ബ്രോങ്കിയൽ മ്യൂക്കോസ, മിൽക്ക് ഡക്റ്റ് ഓഫ് ദി ബ്രസ്റ്റ്. ഇപ്പം ബ്രസ്റ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെറിബെല്ലാർ കൺട്രോൾഡ് ഓർഗൻ ആണ് ബ്രസ്റ്റ്. അവിടെ സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻ എന്ന രീതിയിൽ ബ്രസ്റ്റിനുണ്ടാകുന്ന ഇത് സെൽ ലോസും സെൽ റീപ്ലനിഷ്മെന്റും അവിടെ നമ്മൾ കണ്ടു. ഇവിടെ മിൽക്ക് ഡക്റ്റ് ആണ്. ഇൻട്രാഡക്റ്റൽ കാർസിനോമ എന്ന് വിളിക്കുന്നത് മിൽക്ക് ഡക്റ്റിൽ ഉണ്ടാകുന്ന. പിന്നെ നേസൽ മ്യൂക്കസ് മെംബ്രെയിൻ, എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ്, ചെവിയിലെ ഭാഗം, ഇതെല്ലാം ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ ആണ്. ബ്ലാഡർ മ്യൂക്കോസ, യൂറിനറി ബ്ലാഡർ, യൂറിറ്റർ ആൻഡ് യൂറിത്ര. ഈ ബ്ലാഡർ മ്യൂക്കോസ, യൂറിറ്റർ ആൻഡ് യൂറിത്ര, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു ടെറിട്ടോറിയൽ ഇഷ്യൂ, അവിടെ മാർട്ടിൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, നമ്മുടെ ടെറിട്ടറി ലോസ് വരുമ്പോൾ ഏതെങ്കിലും വ്യക്തികളിൽ അവിടുത്തെ സെല്ലുകൾ നഷ്ടപ്പെടുകയും അവിടുത്തെ സെല്ലുകൾ മൈക്രോ അൾസറേഷൻ വഴിയായിട്ട് നഷ്ടപ്പെടുകയും അവിടെ സെൽ റിപ്ലനിഷ്മെന്റ് ഉണ്ടാകുന്ന സമയത്താണ് സ്റ്റോൺ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഏറ്റവും നമ്മുടെ സ്കിൻ പോലെ തന്നെയാണ് ബ്ലാഡർ മ്യൂക്കോസായും യൂറിറ്ററും യൂറിത്രയും. പിന്നെ വജൈനൽ മ്യൂക്കോസ, സെർവിക്സ്, യൂട്രസിന്റെ സെർവിക്സ് എക്ടോഡിയം കൺട്രോൾഡ് ആണ്. പക്ഷെ യൂട്രസിന്റെ മസ്കുലേച്ചറും യൂട്രസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബിൾ എന്ന് പറയുന്നത് മറ്റു കൺട്രോളേഴ്സ്. നമ്മുടെ പോൺസിന്റെ കൺട്രോൾ, പോൺസ് മീൻസ് ബ്രെയിൻ സ്റ്റം കൺട്രോൾ ആണ്. അടുത്തത് നമുക്ക് ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേണിൽ ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു കേട്ടു. ഒന്നുകൂടെ പറയാം. ഓൾ എക്സ്റ്റേണൽ സ്കിൻ ആൻഡ് ഹെയർ, ലരീഞ്ചൽ മ്യൂക്കോസ, ബ്രോങ്കിയൽ മ്യൂക്കോസ, മിൽക്ക് ഡക്റ്റ് ഓഫ് ദി ബ്രസ്റ്റ്, നേസൽ മെംബ്രെയിൻ, നേസൽ മ്യൂക്കസ് മെംബ്രെയിൻ, external ear canal, bladder mucous membrane, ureter, urethra, vaginal mucosa, cervix and rectum. അടുത്തത് ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റി. ഗള്ളറ്റ് മ്യൂക്കോസ എവിടെയൊക്കെല്ലാം ഉണ്ടാകുന്നു? ഫസ്റ്റ് ഈസ് പെരിയോസ്റ്റിയം. ശരീരത്തിനുള്ള എല്ലാ ബോണിന്റെയും പെരിയോസ്റ്റിയം, ഔട്ടർ കവറിങ് പെരിയോസ്റ്റിയത്തിൽ നിന്നാണ്. മ്യൂക്കോസ ഓഫ് ദി മൗത്ത് ആൻഡ് ലിപ്സ്, ടങ്, പാലറ്റ് ആൻഡ് ഫാരിങ്സ്, ഇനാമൽ ഓഫ് ദി ടൂത്ത്, salivary gland duct, esophagus and upper third, stomach, lesser curvature, pylorus of the stomach, duodenal bulb, bile duct, gallbladder duct, intrahepatic bile duct. അതായത് കരളിന്റെ ബൈൽ സോൾട്ടുകൾ, ബൈൽ പിഗ്മെന്റുകൾ ഉണ്ടാക്കി അതിനകത്ത് നല്ല സെക്രീഷൻ, ബൈലുകളെല്ലാം പുറത്തേക്ക് വരുന്ന ഇത് ഡക്റ്റുകളെല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എല്ലാം കൺട്രോൾ എന്ന് പറയുന്നത് സെർബ്രൽ കോർട്ടെക്സ് ആണ്. അതേസമയം ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റം കൺട്രോൾ.
ഓർഗനാണ് ലിവർ. അവിടെ ലിവറിന്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ അത് ടെറിട്ടോറിയൽ ഇഷ്യൂ ആണ്. പിന്നെ പാൻക്രിയാറ്റിക് ഡക്ട്. ഈ 2 പാറ്റേൺ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സെർബ്രൽ കോർട്ടക്സ് കൺട്രോൾഡ് ഓർഗൻസിന്റെ എല്ലാം കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ഉണ്ടാവും, കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ സെൽ റീപ്ലേനിസ്മെന്റ് ഉണ്ടാകും. ഇവിടെ സെൽ ലോസ് ആണ് ഈ 2 മ്യൂക്കസ് പാറ്റേണിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേണിൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ഉണ്ടാകുമ്പോൾ നംബ്നെസ് ആയിരിക്കും ഉണ്ടാകുക, എന്ന് പറഞ്ഞാൽ പെയിൻ ഇല്ല. അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിലാണ് പെയിൻ ഉണ്ടാകുക. അതേസമയം ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേണിൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ് പെയിൻ ഉണ്ടാകുക. ഇതിൻ്റെ വേറൊരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെരിയോസ്റ്റിയത്തിൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സിവിയർ പെയിൻ ഉണ്ടാകും, ഹീലിംഗ് ഫേസിൽ പെയിൻ ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മുടെ പൈലോറസ്, സ്റ്റൊമക്കിൻ്റെ പൈലോറസ്, പിന്നെ ബൾബ് ഓഫ് ദി ഡുവോഡിനം, അവിടെ എല്ലാം എപ്പോഴും ഹെവിനെസ് ആൻഡ് പെയിൻ, ഈ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പം പ്രശ്നം ഉണ്ടാകുക, വേദന ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വേദന ഉണ്ടാകുന്ന സമയത്ത് ദീർഘനാളുകളായിട്ട് വേദന ഉണ്ടാകുന്ന വ്യക്തികളിലെല്ലാം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം ഗ്യാസ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഗ്യാസ് അല്ല, അവിടെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. GERD എന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന കാര്യമാണ് അവിടെ നടക്കുന്നത്. അവിടെ അപ്പോൾ ഈ ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺ ഉള്ള എല്ലാ സ്ഥലത്തിലും കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഹൈപ്പർസ്തീഷ്യ അഥവാ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ PCL ഫേസിൽ പോസ്റ്റ് കൺഫ്ലിക്റ്റോലൈസിസ്. ഞാൻ ഈ വാക്കുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ കുറിപ്പുകളായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് വരുന്നു. എന്താണ് CA ഫേസ് എന്നും കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്നും എന്താണ് PCL ഓർ പോസ്റ്റ് കൺഫ്ലിക്റ്റോലൈസ് ഫേസസ് എന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ആണ് ഞാൻ കരുതുന്നത്. അവിടെ ഈ ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേണിൽ CA ഫേസിൽ നംനെസ് ആണ്, എന്ന് പറഞ്ഞാൽ വേദനയില്ല. ആദ്യത്തെ ഫേസിലാണ് വേദനയുണ്ട്, മറ്റുള്ള ഫേസുകളിൽ തിരിച്ചു. അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇത് നമുക്ക് തിരിച്ചറിയുന്നത് പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും പല രോഗങ്ങളെയും ചികിത്സിക്കുമ്പോൾ പല കോൺഫ്ലിക്റ്റുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേൺസിലുണ്ട്. അതിലൊന്നാണ് ഫരീഞ്ചിയൽ ഡക്ട് ആൻഡ് ഇറ്റ്സ് ഡിസെൻഡന്റ്. ഫരീഞ്ചിയൽ ഡക്ട് എന്നത് ഡക്ട് ഉണ്ടാകുക, അത് കഴിഞ്ഞിട്ട് അത് റെമനൻസ് ആയിട്ട് പോകുന്നു, അത് ഇല്ലാതായി മാറുന്നു. പക്ഷെ അവിടെ നിന്നാണ് കൊറോണറി ആർട്ടറി, കരോട്ടിഡ് ആർട്ടറി, കൊറോണറി വെയിൻ, അയോർട്ടിക് ആർച്ച്, ഫരീഞ്ചിയൽ ഡക്ട്, തൈറോയിഡ് ഡക്ട് എന്നിവ ഉണ്ടാകുന്നത്. അത് കൂടാതെ പാരാനേസൽ എയർ സൈനസസും ഈ ഗള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേണിനകത്തുള്ളത്. നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അയോർട്ടിക് ആർച്ച്. ഇപ്പം നമ്മൾ അന്യൂറിസമത്തെ അയോർട്ട, ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റിലോ ഒരിടത്തും അന്യൂറിസം ഓഫ് ദി അയോർട്ട, എന്തുകൊണ്ട് അയോർട്ടയിൽ അന്യൂറിസം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഇതുവരെ ഒരു സയൻസിനും, എറ്റിയോളജി ഈസ് നോട്ട് നോൺ, പക്ഷെ ഇതാണ് എറ്റിയോളജിയുടെ കാരണം. അന്യൂറിസം, അതായത് ഫരീഞ്ചിയൽ ഡക്റ്റും അതിൻ്റെ ഡിസെൻഡൻസിന് വരുന്ന കൊറോണറി ആർട്ടറീസ്, കരോട്ടിഡ് ആർട്ടറി എന്നിവ വരുന്ന ഈ പ്രദേശങ്ങളിൽ ഒരു ടെറിട്ടോറിയൽ ലോസ് ഉണ്ടാകുമ്പോൾ, അത് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ സെല്ലുകൾ നഷ്ടപ്പെടുന്നു. അത് നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകൾ നഷ്ടപ്പെട്ട് തിന്നായി അവിടെ അന്യൂറിസം എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ആ അന്യൂറിസം എന്ന കണ്ടീഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഇത്. അപ്പോൾ ഇതിനെ ഇത്ര വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ഹോമിയോപ്പതി മാസ്റ്ററി എന്ന കോഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. വർഗീസിന്റെ പലപ്പോഴും നമ്മുടെ ഡോക്ടർ വർഗീസിന്റെ മെസ്സേജസ് കാണുന്നുണ്ടല്ലോ, ഹോമിയോപ്പതി പ്ലസ് GHK മാസ്റ്ററി എന്ന. അതിൽ ഒരു ഡോക്ടറുടെ കഴിഞ്ഞ ദിവസം ഒരു കേസ് പ്രസന്റ് ചെയ്തിരുന്നു. കരോട്ടിഡ് കാവർണസ് സൈനസ് ഫിസ്റ്റുല. കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നും കാവർണ സൈനസിലേക്ക്, കണ്ണിന്റെ പിറകിലുള്ള കാവർണ സൈനസ്, അതൊരു വെയിനാണ് കാവർണ സൈനസ്. കരോട്ടിഡ് ആർട്ടറിയിൽ നഷ്ടപ്പെട്ട് അതായത് അൾസറേഷൻ ഉണ്ടായി, ആ വെയിനിലേക്ക് ഒരു ഫിസ്റ്റുല ഫോർമേഷൻ ഉണ്ടായി.
കരോട്ടിഡ് വളരെ ഗുരുതരമായ, സാധാരണഗതിയിൽ ചികിത്സയില്ലാത്ത ഒരു കണ്ടീഷനാണ് കരോട്ടിഡ് കാവർണസ് ഫിസ്റ്റുല. അപൂർവമായിട്ടുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണിനകത്തേക്ക് ബ്ലഡ് വരും, കൊറോണറി കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നും ബ്ലഡ് വരുന്നു, കണ്ണ് പുറത്തോട്ട് തള്ളി വരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ, വളരെ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ, ഹോമിയോപ്പതി ഡോക്ടർ, അതിനെ വളരെ വിജയകരമായിട്ട് ചികിത്സിച്ചു. അപ്പൊ അദ്ദേഹം ഡോക്ടർ റെഡ്ഡി, ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടർ ആണ്. ഡോക്ടർ റെഡ്ഡി എന്നുള്ള പേര് ഞാൻ ആദ്യത്തെ പേര് ഞാൻ മറന്നുപോയി. ഡോക്ടർ ഭരത് റെഡ്ഡി. ഡോക്ടർ ഭരത് റെഡ്ഡിയുടെ ഒരു കേസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്ടർ ഭരത് റെഡ്ഡി ഡോക്ടർ വർഗീസിന്റെ ഫസ്റ്റ് ക്ലാസ്സിന് ഹൈദരാബാദിലെത്തിയപ്പോൾ 3ാം വർഷം BHMS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. 3ാം വർഷം BHMS പഠിച്ച ഒരു വിദ്യാർത്ഥി ഈ 3-4 വർഷങ്ങൾ കൊണ്ട് ഇത്രമാത്രം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗത്തിനെ ചികിത്സിക്കുന്നതിന് ആവശ്യമായ അറിവുകൾ നേടി ആ കേസ് കഴിഞ്ഞ ദിവസം പ്രസന്റ് ചെയ്തിരുന്നു. അപ്പൊ ശരിക്കും അതൊരു അത്ഭുതകരമാണ്. അപ്പൊ പലപ്പോഴും ഹോമിയോപ്പതിക് മാസ്റ്ററിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ധാരാളം കേസുകൾ ഹോമിയോപ്പതി ഡോക്ടർമാര് ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് തന്നെയാണ് ചികിത്സിക്കുന്നത് എങ്കിലും ഈ ഓരോ രോഗങ്ങൾ എവിടെ നിന്നുണ്ടായി, എങ്ങനെയുണ്ടായി, എന്തുകൊണ്ടത് ഈ രീതിയിലേക്ക് വന്നു എന്നുള്ള വളരെ കൃത്യമായ വിശദീകരണം നിലവിൽ ഒരു സിസ്റ്റത്തിനും നൽകാൻ കഴിയാത്ത കൃത്യമായ വിശദീകരണത്തോടു കൂടിയാണ് ആ കേസുകൾ പ്രസന്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കണ്ണുകൾ എന്തിനാണ് തള്ളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമറയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, സ്പോർട്സിലൊക്കെ വളരെ ദൂരെ നിന്നും സൂം ചെയ്യുന്നതിന് വേണ്ടി പുറത്തോട്ട് തള്ളി വരുന്ന ലെൻസുകൾ എന്ന രീതിയിൽ ഇത് വരികയാണ്. അപ്പൊ ഈ GSKയുടെ ഒരു അറിവാണ് അവിടെ വന്നത്. അതിനോടൊപ്പം ഒരു ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷൻസോടുകൂടി ആ വ്യക്തിയുടെ ഒരു രോഗം എത്ര പെട്ടെന്നാണ് രോഗം മാറിയത്. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ അർച്ചന, ചെന്നൈയിലുള്ള മാഡത്തിൻ്റെ ഒരു ക്ലാസ്, ഫ്രോണ്ടൽ ഫിയർ ആൻഡ് പവർലെസ് ഫിയർ, അതൊരു മാനിക് കംപ്ലൈൻ്റ് ആയിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അഹമ്മദാബാദിലുള്ള ആ വിമാനാപകടത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം ഉണ്ടായപ്പോൾ അതൊരു ഒരു 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 ഫ്രോണ്ടൽ ഫിയർ ആയിട്ട് അവർക്ക് ആദ്യമേ വരികയും അവരുടെ ഭർത്താവ് സ്ഥിരമായിട്ട് വിമാനത്തിൽ കയറുന്ന ആളായതിനാൽ അവർക്ക് അടുത്ത കോൺഫ്ലിക്റ്റ് ആയ പവർലെസ് കോൺഫ്ലിക്റ്റ്, ഇത് രണ്ടും കൂടി വരികയും ചെയ്യും. അവർ മാനിക് സ്റ്റേജിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അത് തിരിച്ചറിഞ്ഞ് ഇതുകൊണ്ടാണ് ഉണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് കൃത്യമായ ഒരു മരുന്ന് നൽകി. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം സൈക്യാട്രിക് കേസുകളാണ്. ഈ സൈക്യാട്രിക് കേസുകൾ പലപ്പോഴും നമുക്ക് ചികിത്സ കൊണ്ട്, നമ്മുടെ മെഡിസിൻസ് കൊണ്ടാണെങ്കിലും അത്ര എളുപ്പമൊന്നും ചികിത്സയ്ക്ക് വഴങ്ങുന്നതല്ല. കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഹോമിയോപ്പതി കൊണ്ട് പലരും സൈക്യാട്രിക് കേസുകളെ ചികിത്സിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ കോൺസ്റ്റലേഷൻസ്, ടെമ്പറൽ ലോബ് കോൺസ്റ്റലേഷൻ, നമ്മൾ ഈ സെറിബ്രൽ കോർട്ടക്സിന്റെ കോൺസ്റ്റലേഷൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട്. സെറിബ്രൽ കോർട്ടക്സിനെ പറ്റിയുള്ള നമ്മൾ പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കോർട്ടിക്കൽ കോൺസ്റ്റലേഷൻസ് എന്ന ഒരു പ്രത്യേക ഭാഗം കൂടിയുണ്ട്. അതൊരു PG പഠനം പോലെ ശരീരത്തിലുണ്ടാകുന്ന ടെമ്പറൽ ലോബ് കോൺസ്റ്റലേഷൻസ്, പലതരത്തിലുള്ള കോൺസ്റ്റലേഷൻസ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, എന്തുകൊണ്ടൊരു വ്യക്തി അങ്ങനെ പെരുമാറി, എന്തുകൊണ്ടൊരു വ്യക്തി ഇങ്ങനെയായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ കള്ളറ്റ് മ്യൂക്കോസ സെൻസിറ്റിവിറ്റി പാറ്റേണിനെ പറ്റിയാണ് പറഞ്ഞത്. അതിനോടൊപ്പം ഈ അവയവങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ 1-2 ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിലെ മറ്റൊന്നാണ്, അൾസറേഷൻ ഇല്ലെങ്കിൽ തന്നെയും നമ്മളുടെ സെറിബ്രൽ കോർട്ടക്സ് കൺട്രോൾ ചെയ്യുന്ന ഡയബറ്റിസ് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, അവിടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കൺഫ്ലിക്റ്റ്, ലെഫ്റ്റ് സൈഡിൽ ഫിയർ ഡിസ്ഗസ്റ്റ് കൺഫ്ലിക്റ്റ്. അതുകൊണ്ടാണ് അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആൽഫ സെല്ലുകളാണ് ഹൈപ്പോഗ്ലൈസീമിയയെ ഉണ്ടാക്കുന്നത്.
ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ പിന്നെ ഉയർന്ന ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കുന്നത് ബീറ്റാ സെല്ലുകളും. ഈ സെല്ലുകളെ നിയന്ത്രിക്കുന്നതും നമ്മൾ ഡയൻ കഫലോണിലുള്ള സെർബൽ കോർട്ടക്സിന്റെ ഒരു ഭാഗമായ ഡയൻ കഫലോണിലുള്ള ഒരു ഭാഗമാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ സെറിബ്രൽ കോർട്ടക്സ് കൺട്രോൾഡ് ഓർഗൻസ് ആൻഡ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഒരു ബോറടിപ്പിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എങ്കിലും പലർക്കും ഇത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു തവണ വായിച്ചാലോ ഒരു തവണ ഒന്ന് കേട്ടുപോയാലോ, ഒരു തവണ ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചു കഴിയുമ്പോൾ 1 or 2 തവണത്തെ വായനയിൽ കൂടി തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഡോക്ടർ ഹനിമാൻ ഹോമിയോപ്പതി കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ മരുന്ന് കൊടുത്ത് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും പല കേസുകളിലും ഉദ്ദേശിച്ച മരുന്ന് എഫക്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ട്രീറ്റ്മെൻറ്റും എല്ലാം നിർത്തി 12 വർഷത്തെ വീണ്ടും ഒരു പഠനത്തിന് ശേഷം കണ്ടുപിടിച്ച ഒരു ആശയമാണ് മയാസം. 12 വർഷം മാറ്റി വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ് മയാസം. ആ മയാസത്തെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ മയാസം ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഒരു ദിവസം വന്നേക്കാം, അതായത് ആൾക്കാരിത് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വന്നേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ കണ്ടുപിടുത്തത്തിൽ നിന്ന് പിന്നോട്ടം പോയില്ല. ഇപ്പോൾ മയാസത്തെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. ഹോമിയോപ്പതി ഡോക്ടർമാർ മയാസം ബേസ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു 10-15 വർഷം മുമ്പ് ഡോക്ടർ വർഗീസ് മയാസത്തെ പറ്റി ആദ്യം ക്ലാസ് എടുത്തപ്പോൾ ഒരു നിക്നെയിം വരെ ഡോക്ടർ വീണായിരുന്നു, മയാസം വർഗീസ്. പക്ഷെ ആദ്യമേ ഒക്കെ കുറച്ച് പേര് മാറി നിന്നെങ്കിലും പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ അതിലേക്ക് വരികയും പങ്കെടുക്കുകയും ധാരാളം പല സ്ഥലങ്ങളിലും ഏകദേശം ഒരു സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 5-6 ക്ലാസ്സുകൾ നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ ക്ലാസ്സുകളിൽ. അതുപോലെയാണ് GSKയിലെ അറിവ്. GSK 35 വർഷത്തെ ഡോക്ടർ ഹാമറിന്റെ പഠനത്തിന് ശേഷം ഡോക്ടർ ഹാമർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇതാ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇഫ് യു ആർ ബ്രൈറ്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഹാവ് ഫൗണ്ട്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ എളുപ്പം മനസ്സിലാകുമെന്ന് ഡോക്ടർ ഹാമർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത എല്ലാവർക്കും, നമുക്കും വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും, കുടുംബത്തിനും, അതുപോലെ തന്നെ ഡോക്ടർമാരെന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അടുത്തെത്തുന്ന രോഗികൾക്കും ഇതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഒന്ന് ശ്രമിക്കേണ്ടതുണ്ട്. ഒറ്റയടിക്ക് പലപ്പോഴും ഒരു ക്ലാസ് കേട്ടുകൊണ്ടോ ഒറ്റയടിക്ക് ഇതൊന്നും മനസ്സിലാകണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലയേറിയ സമയത്തിൽ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ഒരു കുറച്ച് നാൾ, കുറഞ്ഞത് ഒരു 6 മാസം എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഇതിൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ മാസ്റ്റർ ആകാൻ കഴിയും. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു സംഭവമുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗത്തിന്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റിൽ ഒരു സിമിലിമം കണ്ടെത്തുന്നതിനായിട്ട് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് ഇപ്പോഴും വിഷമം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിലും അത്രയും ബുദ്ധിമുട്ടല്ല എനിക്ക് തോന്നുന്നു GSK. പക്ഷേ എങ്കിലും ഈ രണ്ടും കൂടെ ചേരുമ്പം കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞ പോലെ എ ഡെഡ്ലി കോമ്പിനേഷൻ എന്നൊരു ഒരാൾ പറഞ്ഞ പോലെ, കാരണം ഹോമിയോപ്പതിയും GSKയും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറാത്തതായിട്ടോ പോകാത്തതായിട്ടോ ഒന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ് ഈ സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ഓർഗൻസും അതിൻ്റെ കോൺഫ്ലിക്റ്റുകളും. ഈ കോൺഫ്ലിക്റ്റുകൾ ഒരേ സമയത്ത് രണ്ട് വശത്തും, പിന്നെ ഹാൻഡഡ്നെസ് എന്നൊരു സംഭവമുണ്ട്, രണ്ട് വശത്തും ബൈലാറ്ററൽ സിമിട്രി ഉള്ളതിനാൽ റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിന് റൈറ്റ് സൈഡിലേക്കും ആണ് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ഒരു ഹാൻഡഡ്നെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഹോർമോൺ സ്റ്റാറ്റസും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ഈസ്ട്രോജൻ സെക്രീറ്റിംഗ് ഹോർമോൺസ്, ഈസ്ട്രോജൻ ഉള്ള സ്ത്രീകളിൽ
നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള സ്ത്രീകൾ, നോർമൽ ടെസ്റ്റോസ്റ്ററോൺ സ്റ്റാറ്റസ് ഉള്ള പുരുഷന്മാർ. ഈ അതിൽ ഹോർമോൺ സ്റ്റാറ്റസ് മാറിയിട്ടുള്ളവരിൽ ബയോളജിക്കലി അവരുടെ ജെൻഡറിൽ വ്യത്യാസം വരുന്നുണ്ട്. അതും ഈ കോൺഫ്ലിക്റ്റിൽ വ്യത്യാസം വരും. അതെല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സുകളിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല. അതിനാൽ തന്നെ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കും, സ്വയം പഠിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. സെപ്പറേഷൻ കൺഫ്ലിക്റ്റ് ആൻഡ് ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് ആണ് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ഓർഗന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനോടൊപ്പം ഈ പറഞ്ഞ പല കോൺഫ്ലിക്റ്റുകളുമുണ്ട്. 1-2 കേസും കൂടി നമുക്ക് പറയാം ഇതിനോടൊപ്പം. ഈ ടെമ്പറൽ ലോബ് കോൺസ്റ്റലേഷൻസ് എന്ന ഒരു കാര്യം, ടെമ്പറൽ ലോബിനെ പറ്റി ഞാൻ ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ടെമ്പറൽ ലോബിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ചും ലരീഞ്ചൽ കൊറോണറി വെയിൻ, ലരീഞ്ചൽ മ്യൂക്കസ് മെംബ്രെയിൻ, ബ്രോങ്കിയൽ മ്യൂക്കസ് മെംബ്രെയിൻ, ബ്രോങ്കിയൽ മ്യൂക്കോസ, കൊറോണറി ആർട്ടറി, പാൻക്രിയാറ്റിക് ഡക്ട്, ബൈൽ ഡക്ട്, റെക്ടം, ബ്ലാഡർ, റൈറ്റ് സൈഡ് ഓഫ് ദി ബ്ലാഡർ ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്ലാഡർ. അതായത് ഒരു ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഫീമെയിൽ കൺഫ്ലിക്റ്റ് ഏരിയ എന്നും റൈറ്റ് സൈഡിനെ മെയിൽ കോൺഫ്ലിക്റ്റ് ഏരിയ എന്നും വിളിക്കുന്നു. അപ്പോൾ എപ്പോഴും ഏത് ഏരിയയിലാണ് ഇതുണ്ടാകുന്നത് എന്ന് ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് എവിടെയെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഒരു നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള റൈറ്റ് ഹാൻഡഡ് ഫീമെയിൽസിൽ ഒരു ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ഥലം ഏതാണ് എന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ബാധിക്കുക റെക്റ്റത്തിലാണ്, അവർക്ക് വരുന്നത് പൈൽസ് ആണ്. അതേസമയം അത് ഒരു മെയിലിനാണെങ്കിൽ ബാധിക്കുന്നത് അയാളുടെ ടെറിട്ടോറിയൽ ത്രെട്ടിലായിരിക്കാം. അപ്പോൾ ഒരു കേസ്, ഒരു ലേഡി എൻ്റെ അടുത്ത് ഒരിക്കൽ വന്നിരുന്നതാണ്. അവരുടെ വീട്ടിൽ അവർക്ക് മദർ ഇൻ ലോയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലം എന്നും ഈ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ എന്ന് കരുതി എന്നും ഈ പൈൽസ്, ബ്ലീഡിങ് പൈൽസ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊരിക്കലും അവരുടെ മദർ ഇൻ ലോയുമായിട്ട് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ അവരോട് ഞാൻ വേറൊരു വീട് വെച്ച് മാറി, അല്ലെങ്കിൽ വാടകയ്ക്ക് മാറാൻ പറയുകയും അങ്ങനെ മാറി അവരുടെ രോഗമെല്ലാം മാറി. അതേസമയം വേറൊരു ജോലിക്കാരനായ ഒരു വ്യക്തിക്ക്, അയാൾ ജോലി ചെയ്യുന്ന, അയാൾ ഒരു പെയിന്ററായിരുന്നു, അവർ ഇന്ന പ്രദേശങ്ങൾ ഞങ്ങൾ കാണുന്ന അവരെന്ന് വിചാരിക്കുന്ന അവരുടെ ഇടയിലേക്ക്, അവരുടെ പ്രദേശത്തേക്ക് വേറൊരു ഗ്രൂപ്പിൽപ്പെട്ട പെയിന്റിങ്ങുകാരൻ വന്നപ്പോൾ എൻ്റെ ടെറിട്ടറിയിലേക്ക് മറ്റൊരാൾ വന്നോ എന്നൊരു സംശയത്താൽ ഇയാൾക്ക് മിക്കവാറും ഉണ്ടായി ഈ പറഞ്ഞ പൈൽസ് കംപ്ലൈന്റ് ഉണ്ടായി. അവിടെയും ഈ വ്യക്തിയെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് മെഡിസിൻ നൽകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്ന ഒരു കേസാണ് ചുമ. പലപ്പോഴും പലതരത്തിൽ ബ്രോങ്കിയൽ പ്രശ്നങ്ങൾ മൂലം ചുമയുണ്ടാകുന്നു, ലരീഞ്ചൽ പ്രശ്നങ്ങൾ മൂലം ചുമയുണ്ടാകുന്നു. ഈ ലരീഞ്ചൽ പ്രോബ്ലംസിലും ബ്രോങ്കിയൽ പ്രോബ്ലംസിനും അതുപോലെ തന്നെ ലങ് പ്രോബ്ലത്തിലും ചുമയുണ്ടാകും. പക്ഷെ ലങ്ങിൽ വരുമ്പോൾ അത് ഡെത്ത് ഫ്രൈറ്റ് കൺഫ്ലിക്റ്റും, ലരീഞ്ചിലാണെങ്കിലും ബ്രോങ്കിലാണെങ്കിലും ടെറിട്ടോറിയൽ കംപ്ലൈൻറ്റിൻ്റെ ഫലമായിക്കൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ കുട്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ടെറിട്ടറി ഇഷ്യൂസ് ആണ് വരുന്നത് കുട്ടികളിൽ. അപ്പം നമുക്ക് കുട്ടികളിലെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ മൂലമാണ് ഇവർക്കുണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കോർട്ടിക്കൽ കൺട്രോൾഡ് ഓർഗൻസിലെ പ്രശ്നങ്ങൾ മൂലമാണ് അഗ്രസീവ് നേച്ചർ ഉണ്ടാകുന്നത്. കോൺസ്റ്റലേഷൻസിന്റെ ഫലമായിക്കൊണ്ടാണ് അഗ്രസീവ് നേച്ചറും ഡിപ്രസീവായിട്ടുള്ള സ്വഭാവവും വരുന്നത്. അതൊക്കെ ഒരു കൂടുതലായിട്ട് നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ ഇനിയും വരുന്നുണ്ട്. ഓരോ അവയവങ്ങളെ പറ്റി, കണ്ണിനെ പറ്റി ഡോക്ടർ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തു, ചെവിയെ പറ്റി എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഓരോ വരും ദിവസങ്ങളിൽ ഓരോ അവയവങ്ങളെ പറ്റി നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പം ഇന്നുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ തലച്ചോറിലെ പ്രധാനപ്പെട്ട ബ്രെയിൻ സ്റ്റം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻ ആൻഡ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ്, സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻസ് ആൻഡ് ഇറ്റ് കോൺഫ്ലിക്റ്റ്,
cerebral medulla controlled organs and its conflict, in cerebral cortex controlled organs and its conflict. എന്ന ഈ ഒരു കാര്യം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി കുറച്ച് ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ഫോട്ടോ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടർ അനിത. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും ഒരു ക്ലാസ്സുകൾ റൈറ്റിങ്സിൽ പോലും ഈ റൈറ്റിങ്സ് നല്ലതാകുന്നുണ്ടോ മോശമാകുന്നുണ്ടോ, അതല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ആരും ഒരു സജഷൻസ് ഒന്നും ഇടാറില്ല. അതുപോലെ തന്നെ എല്ലാവരും ഓൺ ചെയ്തിരിപ്പുണ്ട്. 10-26 പേരുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ 200 പേരോളം ഉണ്ട്. പലപ്പോഴും എങ്ങനെ പോകണം എന്നൊക്കെ ഒരു നിർദ്ദേശം ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മലയാളത്തിൽ പറയുന്നത് കൊണ്ട് ഭാഷാപരമായ പ്രശ്നമില്ലല്ലോ. അതല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ഡോക്ടർ അനിത. സാറേ, ആ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും പഠിച്ച് എല്ലാരും നല്ലതായിട്ട് അറിവുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും നല്ല ആർക്കും സംശയങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അല്ലേ സാറേ? 5 മിനിറ്റ് കൂടി ഉണ്ട്. എന്നാലും നമ്മൾ 10 മണി വരെ ഇരിക്കാമല്ലോ. ഇരിക്കാം. ഒന്നും മിണ്ടുന്നില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണല്ലോ എല്ലാരും. വേണമെങ്കിൽ ഒരു കമന്റ്സ് ആയിട്ട് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും എഴുതാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാറേ. ചാറ്റ് ബോക്സില് ശ്രീകുമാർ സാറ് പറഞ്ഞിട്ടുണ്ട്. പലരും ഡോക്ടർ ശ്രീകുമാർ ബാക്കിയുള്ള ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഡോക്ടർ ശ്രീകുമാറിന്റെ ഒരു ടോക്ക് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ പഠിക്കുന്നതിന്റെ ആവശ്യത്തെ കുറിച്ച്. പ്ലീസ് ഡോക്ടർ ശ്രീകുമാർ. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പം അതില് എനിക്ക് തന്നെ GNM എന്നുള്ള ഹോമിയോപ്പതി, അതായത് അലോപ്പതിയിൽ നിന്നും ഞങ്ങൾ ഹോമിയോപ്പതിയിലേക്ക് പ്രാക്ടീസ് അനിമൽസിൽ ചെയ്യുകയും അത് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ പ്രത്യേകിച്ചും അതിൽ അഫോറിസംസും ഒക്കെ അതുകൂടെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങളെല്ലാം നമ്മളെ സാധാരണയായിട്ട് ബ്ലെയിം ചെയ്യുന്നത് ബാക്ടീരിയയോ വൈറസോ അല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ആ ബോധ്യമായെങ്കിലും ഒരു അതോറിറ്റേറ്റീവ് വർക്ക് എങ്ങും കണ്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ സി ജവറി സാറുമായിട്ടൊരു ഒരു സംഭാഷണത്തിന് ഇടവരുകയും അപ്പോൾ ഇതിനെക്കുറിച്ച് GNM കുറിച്ച് അറിയാം. അപ്പം ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതോറിറ്റി ആയി. ദിസ് ഇസ് എല്ലാം ഇന്ന റീസൺ. ഇത്ര നാളും പറഞ്ഞു വെച്ചിരിക്കുന്ന ബാക്ടീരിയൽ ഡിസീസസ് ഒന്നും അത് റീസൺ അതല്ല എന്നും എല്ലാത്തിനും ഒരു കോൺഫ്ലിക്റ്റ് ആണെന്നും. അപ്പോൾ അത് നമ്മൾ അനിമൽസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാകുകയും പ്ലസ് ഇത് ഏറ്റവും നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാവുന്ന, അതായത് അനിമൽസിൽ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം മൈൻഡ് റീസണാന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്ന കോൺഫ്ലിക്റ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് നമ്മളാണല്ലോ മാനേജ് ചെയ്യുന്നത് അനിമൽസിനെ. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് അറിഞ്ഞുകൊണ്ട് നമ്മൾ മാനേജ്മെന്റിൽ കറക്ഷൻസ് വരുത്തുമ്പോൾ തന്നെ അവർക്ക് ടോട്ടൽ പ്രിവെൻഷനാണ് ഈ രോഗം. നമുക്കിനി ഇപ്പോൾ ഈ അനിമൽസിൽ കാണുന്ന മിക്ക രോഗങ്ങളും നമുക്ക്
ഈ GNM-ന്റെ അറിവുകൊണ്ട് തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഉണ്ടായ വലിയ സന്തോഷമായിട്ട് ഇതിൽ വന്നത്. കാര്യം അത്ര ക്ലിയർ ആണ്. എക്സ്പെഷ്യലി ഫോർ മാസ്റ്റൈറ്റിസ് ഒക്കെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണെന്നും നെസ്റ്റോറി കോൺഫ്ലിക്റ്റ് ആണെന്നും വളരെ ക്ലിയർ ആണ്. ആസ് ഫാർ എസ് നമ്മുടെ ഈ പശുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളെ മാറ്റി നിർത്തിയാണ് അവരെ കറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മോർ ദാൻ 80% ഓഫ് ദി അനിമൽസ് ആർ ഹാവിങ് മാസ്റ്റൈറ്റിസ്. അത് ക്ലിനിക്കലായിട്ടോ സബ് ക്ലിനിക്കലായിട്ടോ. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയല്ലോ. നമുക്ക് ഇത്രയും നാളും പിന്നെ ടീറ്റ് ഓറിഫിസിൽ കൂടെ അണുക്കൾ കയറിയിട്ടാണ് മാസ്റ്റൈറ്റിസ് ആണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ടീറ്റ് ഡിപ്പ് ഓരോ കറവ കഴിയുമ്പോഴും കറവയ്ക്ക് മുൻപും കാമ്പ് മുക്കുകയും അയഡിൻ മുക്കുകയും എന്തെല്ലാം പ്രക്രിയകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടൊന്നും അതൊന്നും അല്ല ഇവിടെ വേണ്ടത്. അതിനെ ആ അനിമലിനെ കൂടെ ഇടുക, എന്നിട്ട് ആ അമ്മയും കുട്ടികളും കൂടെ ഒരുമിച്ച് നിന്നും കൊണ്ട് കറന്നിട്ട് മിച്ചമുള്ള പാലാണ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അത് എത്ര ഫാംസിൽ അത് അഡോപ്റ്റ് ചെയ്യും, ഒരു മാസ്റ്റൈറ്റിസിന്റെ ഒരു കോള് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത്രയ്ക്കും അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് GNM-ല് വെറ്റിനറി സയൻസിലുള്ള ഏറ്റവും വലിയ സ്കോപ്പ്. that is you can prevent almost all the diseases, so called infectious diseases. അതെല്ലാം നമുക്ക് മാറും. അങ്ങനെ വരുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലിലൂടെ നമ്മൾ പാസ്ചറൈസേഷൻ, പിന്നെ സൂണോട്ടിക് ഡിസീസ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങൾ, ഇതെല്ലാം വെറും ഇല്യൂഷനാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ പാസ്ചറൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പാല് പാസ്ചറൈസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്തോന്നാ? രോഗമുള്ള പശുവിനെ രോഗം മാറത്തില്ലല്ലോ പാസ്ചറൈസ് ചെയ്യുമ്പോൾ. അതല്ലല്ലോ മാറുന്നത്, അണുക്കളെയല്ലേ നമ്മൾ കൊന്നുള്ളൂ. അപ്പൊ അങ്ങനെ പലയിടത്തും റോങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. അതിപ്പം GNM ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവരുടെയും കൂടെ ശ്രദ്ധയിലാണ്. നമ്മൾക്കിന്ന് ഏറ്റവും വലിയൊരു ഫൂളിംഗ് നടക്കുന്നത് ദ മിൽക്ക് ദാറ്റ് യു ഗെറ്റ് ആണ്. അത് പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിന് എല്ലാവരും അണുക്കള് ചത്തു, അതുകൊണ്ട് രോഗം വരത്തിലാണ്. ആക്ച്വലി എ ഡിസീസ്ഡ് കൗ, അതിന്റെ ഡിസീസ് മാറത്തില്ലല്ലോ പാസ്ചറൈസ് ചെയ്യുന്നതുകൊണ്ട്. ഇറ്റ് ഈസ് സ്റ്റിൽ ഫ്രം എ ഡിസീസ്ഡ് കൗ. ആ ഒരു അറിവ് പോലും ഞാൻ എത്ര പറഞ്ഞിട്ടും പാസ്ചറൈസേഷൻ ഒക്കെ ഒരു പ്ലാന്റിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ലത്. ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെന്റ് പ്രോഗ്രാം. പാസ്ചറൈസ് ചെയ്യുമ്പോൾ പാല് സേഫ് ആണെന്നുള്ളത് ഗവൺമെന്റ് ഒരു നോമാണ്. അതുകൊണ്ടാണ് പാസ്ചറൈസ് ചെയ്യുന്നത്. അത്രയും വലിയൊരു സ്റ്റുപ്പിഡിറ്റിയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ GNM വരുമ്പോൾ എക്സ്പോസ്ഡ് ആകുന്നത്. ഇപ്പൊ തന്നെ എത്രയോ പിന്നെ ബേർഡ് ഫ്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ എണ്ണത്തിനിട്ട് കൊല്ലുക. അതേ സംഭവം ഞങ്ങള് അവരെ എല്ലാം ഓപ്പൺ ഹൗസിങ് വെച്ചപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അവർക്ക്. കാരണം ദേ ആർ ഓൾവേസ് സിറ്റിംഗ് ഓൺ ദെയർ സ്റ്റൂൾ. അപ്പൊ അങ്ങനത്തെ വരുന്ന കണ്ടീഷൻസിലൊക്കെയാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഇപ്പം സാർ ഈ പറഞ്ഞ നേസൽ മ്യൂക്കസയുടെ അതിൽ വരുമ്പോൾ തന്നെ ദേ ആർ ഓൾവേസ് സിറ്റിംഗ് ഓൺ ദെയർ സ്റ്റൂൾ. അപ്പൊ ടെറിട്ടറി തന്നെ ആ വിഷയങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞു. അവർക്ക് ദേ ആർ ഓൾവേസ്, ഈ അനിമൽസ് എല്ലാം ദേ ആർ ഓൾവേസ് ഓൺ ദെയർ സ്റ്റൂൾ ആൻഡ് യൂറിൻ. അപ്പം അവർക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ എന്തെല്ലാം കോൺഫ്ലിക്ട്സ് ആണ് അവർക്കുള്ളതെന്ന്. ദി ഡങ് മേ ബി പ്രഷ്യസ് ടു us, but it is stool for the cow. അല്ലേ? അപ്പം കോഴികളുടെ അവസ്ഥ നോക്കിയേ, അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് കറക്റ്റ് സമയത്ത് മാറ്റാതെ വരുമ്പോഴാണ് അവർക്ക് ഈ നേസൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പം അവരെ ടെറിട്ടറിയിൽ ഫ്രീ ആയിട്ട് നടക്കേണ്ട ജീവികളാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ സാധിച്ചത് സത്യത്തിൽ GNM നോളജ് കൊണ്ടാണ്. ഇന്നതാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നും ഒരു അതോറിറ്റി ആയിട്ട് പറയാൻ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് നൗ ഐ ഹാവ് ഗോട്ട് ദി സപ്പോർട്ട് ഓഫ് GNM. അപ്പൊ അത്രയ്ക്കും ഇപ്പം ഉദാഹരണത്തിന് ഈ ബയോളജിക്കൽ തിങ്കിങ് പോലും നമുക്ക് മനുഷ്യരിൽ അത് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെയാന്ന് തോന്നിയാലും ജസ്റ്റ് ലുക്ക് അറ്റ് ദി ആനിമൽസ്. മൃഗങ്ങളെ എല്ലാം നോക്കിയാൽ മതി, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള, അവരുടെ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, പ്രൊക്രിയേഷൻ എല്ലാം എങ്ങനെയാണ് എന്നുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന എടുക്കുന്ന ഓരോ ഡിസിഷൻസും ബയോളജിക്കൽ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് നമുക്ക് കോൺഫ്ലിക്ട്സ് വരുന്നത്. അപ്പൊ ടു സ്റ്റഡി ദ കോൺഫ്ലിക്ട്സ് ഏറ്റവും നല്ലത് ഐ വുഡ് സേ ഒന്ന് അനിമൽസിനെ നോക്കിയാൽ മതി. ഏത് കോൺഫ്ലിക്ട് വരുമ്പോഴും അവർക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ അതുപോലത്തെ ബയോളജിക്കൽ തിങ്കിങ് ആണോ നമുക്ക് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പലതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും സർ. അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്കും ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു നോളജാണ് വന്നത്. എല്ലാം ഇപ്പോൾ എന്താ പറയുക, വളരെ ഫ്രീ ആയ പോലെ. ദറ്റ് യെസ്,
ഈ ആനിമൽസിന് വരുന്ന ഡിസീസ് എല്ലാം ഇറ്റ് ഇസ് മാൻ മെയ്ഡ് ബിക്കോസ് ഓഫ് അവർ ഡിസിഷൻസ്. അതും റോങ് കോസ് അട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ പാവങ്ങളെല്ലാം നമ്മൾ കൊല്ലുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം വന്നേക്കും. 100% ആണ് എനിക്ക് ഫാംസിലെല്ലാം ഇത് അപ്ലൈ ചെയ്യാനും. ഐ ആം നോട്ട് ഗെറ്റിംഗ് എ കോൾ. അതാണ് മനസ്സിലായി. നമ്മൾ മാനേജ് ചെയ്യുന്ന ഫാംസിലൊന്നും ഒരു രോഗമുണ്ട്, വൂണ്ട് വരും, മുറിവുകൾ സംഭവിക്കുന്നുണ്ട്. അത് അൺഅവോയ്ഡബിൾ ആണ്. അതിപ്പോൾ കാട്ടിലായപ്പോലും അവർക്ക് മുറിവുകൾ സംഭവിക്കും. പക്ഷെ അതല്ലാതെ ഈ സോ കോൾഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒന്നും തന്നെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ ഇനി കിട്ടുന്നില്ല. താങ്ക്സ് ടു GNM. അത് പറയാതെ നിൽക്കാൻ നിർത്തില്ല. CJ വരിഷ്ഠനോടും അന്നത്തെ ഒരു നമ്മുടെ തമ്മിലുണ്ടായ ഒരു സംഭാഷണത്തിലാണത്. അത് എനിക്കും പക്ഷെ ബിഫോർ ദാറ്റ് എനിക്ക് അണുക്കളല്ല എന്ന് ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ദർ വാസ് നോ അതോറിറ്റി. ഇതാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് സർ. താങ്ക് യു സർ. ഈ നോളജിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്കോപ്പിനെ കുറിച്ച് റെഫർ ചെയ്തുകൊണ്ട് ഡൽഹിയിലെ എക്സ്പീരിയൻസ് ഒന്ന് ചുരുക്കി പറയുമോ? ഡൽഹിയിൽ നമ്മളിപ്പം വെറ്റനറി ഒരു മാനുവൽ, ഡിസീസ് മാനുവൽ ഉണ്ടാക്കാനായിട്ട് CCRH ഒരു പ്രോഗ്രാം ഇട്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഹോമിയോപ്പതിക് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട് പോയി. അപ്പം എല്ലാവരും പ്രസന്റ് ചെയ്യുന്നത് ഇന്ന ഡിസീസിന് ഇന്ന മെഡിസിൻസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് തന്നെ പോയത്. കാരണം നോ വൺ സ്പീക്സ്. ഇപ്പം എല്ലായിടത്തും കോസ് പറയുന്നത് എന്തായിരിക്കും? ആ ബ്രൂസ് അല്ല, അല്ലെങ്കിൽ സാൽമണല്ല, അല്ലെങ്കിൽ ആ ബാക്ടീരിയ ആണ്. മാസ്റ്റൈറ്റിസ് ആയാലും കാമ്പിലൂടെ സ്റ്റാഫിലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ്, അങ്ങനെയെല്ലാം പല രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തു. അതിൽ എല്ലാവരും ഹാപ്പിയാണ്. ബിക്കോസ് ഒരു ബാക്ടീരിയ ആണെന്നും ആ ബാക്ടീരിയൽ ഡിസീസിനെ പോലും നമുക്ക് ഹോമിയോപ്പതിയിൽ മാറ്റാൻ പറ്റും എന്നുള്ള എല്ലാവരുടെയും പ്രസന്റേഷൻ. പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്ത സമയത്ത് ഫസ്റ്റ് തന്നെ കോസ് ഒരു മാസ്റ്റൈറ്റിസ് ഇടുന്ന കോസിൽ നമ്മൾ പറഞ്ഞ സെപ്പറേഷൻ കോൺഫ്ലിക്ട്, നെസ്റ്റ് വെറി കോൺഫ്ലിക്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു നമ്മൾ ഒരിക്കലും എന്താണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയത്തില്ലെന്ന്. കാര്യം എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ, അറിയണമെന്ന് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത്. ബട്ട് അതിലവർ അവർ തന്നെ പിടിച്ചു. അതുപോലെ തന്നെ ഇത് എൻഡോമെട്രൈറ്റിസ് അതിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ പ്രോക്രിയേഷൻ കോൺഫ്ലിക്റ്റ് എന്ന്. അപ്പം എന്നിട്ട് വാട്ട് ഇസ് ദ പ്രോക്രിയേഷൻ കോൺഫ്ലിക്റ്റ് എന്നും ഞങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഷുഡ് ബി സ്റ്റോപ്ഡ്. അപ്പോൾ കാര്യം പശു അറിയുന്നില്ല, പശു മതിലക്ഷണം കാണിച്ച് മെയ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വരുന്നത് ഒരു ബുള്ളല്ലല്ലോ, ഒരു മനുഷ്യൻ വന്നേം വെച്ച് കൈയും കാലും പിന്നെ വാലും ഒക്കെ പിടിച്ച് കെട്ടി ഒരു ഗൺ കയറ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നാച്ചുറലി ദ കൗ ഇസ് ഇൻ പ്രോക്രിയേഷൻ കോൺഫ്ലിക്റ്റ്. എന്താ നടക്കുന്നത് തന്നെ അറിയാൻ വയ്യ. ഇത്രയും ഭീകരമായ ഒരു സംഭവം അതിന്റെ പിറകിൽ നടക്കുന്നത്. അപ്പൊ അത് ഉണ്ടാകരുതെന്നും, അതുപോലെ തന്നെ ഒരു പശു പ്രഗ്നന്റ് മിൽക്കിംഗ് ആയിരിക്കുമ്പോൾ അതിനെ വീണ്ടും ഇൻസെമിനേറ്റ് ചെയ്യരുതെന്നും, ദ കാഫ് ഷുഡ് നെവർ ബി സെപ്പറേറ്റഡ് ഫ്രം ദ കൗ. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ദി ചീഫ്, ദ ഡയറക്ടർ, പുള്ളി പറഞ്ഞൊരു വാക്കാണ്, ഇറ്റ് ഈസ് എൻ ഐ ഓപ്പണിംഗ് സെഷൻ, ഐ ഫീൽ ഗിൽറ്റി ഫോർ ഇറ്റ് എന്ന് വെച്ചാൽ അത് ആണ് കോൺഫ്ലിക്റ്റ് എന്ന പുള്ളിക്ക് ബോധ്യമായി. അപ്പൊ തർക്കമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു അഫോറിസം ഇട്ടു. 1 2 3 4 ഫോർത്ത് അഫോറിസം ഉണ്ട്, കോസ് ഓഫ് ദ ഡിസീസ്. അത് ഒരു ക്ലിനിഷ്യൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ആർഗ്യുമെന്റ് ഞങ്ങൾ പറഞ്ഞതാണ്, യു റെഫർ ടു ദി ഫോർത്ത്, യു ഹാവ് ടു നോ ദ കോസ്, ദിസ് ഇസ് ദ കോസ്. അപ്പം മെഡിസിനെക്കാട്ടിലും ഞാൻ പറഞ്ഞു ഇതിനെക്കാട്ടിലും ഇവിടെ വരേണ്ടത് വാട്ട് ഇസ് ദ കോസ്. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ ദ കോസ്, അത് മറ്റു ആട്രിബ്യൂട്ട്സിൽ ഓരോ ബാക്ടീരിയയിലും കൊണ്ടൊക്കെ ആട്രിബ്യൂട്ട് ചെയ്താൽ എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പം സത്യത്തിൽ ഇറ്റ് വാസ് എൻ ഐ ഓപ്പണിംഗ് സെഷൻ ഫോർ ദം. ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഒരു മിക്കതും, നോട്ട് ഓൺലി അഡർ ഡിസീസ്, സ്കിൻ ഡിസീസ് എല്ലാം. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കേസസ് പട്ടിയിൽ സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ അപ്പൊ തന്നെ അവിടെ നിന്ന് പുള്ളിക്കാരന് ഓരോന്ന് പറയും. ഞങ്ങൾ അതിന്റെ കോൺഫ്ലിക്റ്റും പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കിയ ഡോക്ടേഴ്സ്, ഈ ഏറ്റവും നല്ല കെയർ കൊടുത്തിട്ടിരിക്കുന്ന പട്ടികളും പൂച്ചയ്ക്കും ഡെയിലി പുള്ളിക്ക് 6 സർജറി, ദാറ്റ് ഇസ് ക്യാൻസർ സർജറി ചെയ്യുന്നുണ്ട് പുള്ളി ഡെയിലി. അതാണ് പിന്നെ ഡൽഹിയിലത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത്, പട്ടിക്കും പൂച്ചയ്ക്കും ഡെയിലി ക്യാൻസർ സർജറി. അപ്പൊ അതിന്റെ പുള്ളിക്ക് അത് ചോദിക്കുമായിരുന്നു എന്തായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന കോൺഫ്ലിക്റ്റ് ആണ്, ഞങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. ഈ 100% എഗ്രീഡ്. ആൻഡ് ഐ എം ഷുവർ ഹി വിൽ ജോയിൻ നമ്മുടെ ഇതിൽ വരുകയും ചെയ്യും. ഈസ് എ മലയാളി ഓൾസോ.
അപ്പം പുള്ളി ഇച്ചിരി ഒന്ന് അറ്റ്ലീസ്റ്റ് മറ്റേതിലെങ്കിലും പുള്ളി കയറും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് അവിടുന്ന് പിന്നെ വേറെ 1-2 ഡോക്ടേഴ്സും ജോയിൻ ചെയ്യാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതായിരുന്നു അവിടെ ഉണ്ടായ. അവിടെ ഒരു വ്യക്തിയുടെ മാത്രം ഒരു ചെറിയൊരു എതിർപ്പ് പോലെ ഉണ്ടായെങ്കിലും പക്ഷേ മെജോറിറ്റി took this seriously because the director himself told this is a new knowledge, eye-opening session, and I feel guilty. കാര്യം എന്താ പുള്ളി ഗിൽറ്റി എന്ന് പറയാൻ? Now it is the second time that I'm hearing about that bacteria is not the cause. So it is high time we think about it എന്നാ പുള്ളി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കാര്യവും അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചായിരുന്നു. താങ്ക് യു ഡോക്ടർ ശ്രീകുമാർ. സർ. അതുപോലെ ഇന്നത്തെ സെഷനിൽ ശ്രീകുമാർ, അതുപോലെ തന്നെ സാറ് ഒന്നും ആരും ചോദ്യം ചോദിക്കുന്നത് എല്ലാം ടോട്ടലി എന്നുവെച്ചാൽ നമ്മളെ ബുക്ക് വായിക്കുമ്പോൾ കേൾക്കുന്നത് പോലെ അല്ല സാർ പറയുമ്പോൾ. സാറായാലും ശ്രീജവരി സാറും പറയുന്ന സമയത്ത് നമുക്കത് ഒന്നും കൂടെ ക്ലിയർ ആകുകയാണ്. നമ്മളിങ്ങനെ അന്തം വെച്ച് നിൽക്കുകയാണ്. നമ്പ് ഫീലിംഗ് എന്ന് സാറ് പറഞ്ഞില്ല, അതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കാര്യം പലതും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇരുന്ന് ചിന്തിച്ചതാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ സെപ്പറേഷൻ ഉള്ളി. ഇതെല്ലാം സെപ്പറേഷൻ കൊണ്ടാണ്. എത്ര കുട്ടികളിലും എനിക്കും തന്നെ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം തടത്തും ഇപ്പൊ വരുന്ന സെപ്പറേഷൻ തന്നെയല്ലേ വരുന്നത്. ഈ എല്ലാ ഏരിയയിലും നമ്മുടെ ഈ സാറിന്ന് മെൻഷൻ ചെയ്ത ഏരിയയിലെല്ലാം വരുന്ന ലീഷൻസ് കോമൺ ആണ് ആയിട്ട് വരുന്ന ഒരു വിഷയമാണ്. കുട്ടികൾക്കായാലും മൃഗങ്ങൾക്കായാലും ഒക്കെ. അപ്പൊ അത് ആ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാനെന്ന് സാധിച്ചത് ഇറ്റ് ഇസ് എ ടോട്ടലി വായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ന് അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായി സാർ. അതിന് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് സാർ ഇത് തുടരണം. ആരും പറഞ്ഞില്ലെന്ന് വെച്ചൊന്നും ആക്കണ്ട. സാറ് ഗ്രൂപ്പിൽ ഇടുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ആരും ഒന്നും പറഞ്ഞില്ലെന്ന് വെച്ചൊന്നും എല്ലാവരും കണ്ണും തള്ളി ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് മാത്രം സാർ കരുതിയാൽ മതി. താങ്ക് യു ഡോക്ടർ. അപ്പം നമുക്ക് തുടരാം. നമുക്ക് എന്താണേലും ഇങ്ങനെ പോകാം. അപ്പൊ ഇനിയും അടുത്ത ആഴ്ച വരും വരേക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പൊ അനിത ഡോക്ടറെ നമുക്ക് അവസാനിപ്പിച്ചാലോ? ഇനി വർഗീസ് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇല്ല ശശി, സമയം നന്നായിട്ട് കഴിഞ്ഞില്ലേ, നമുക്ക് നിർത്താം. അതെ സാറേ, സെഷൻ സാറേ നല്ല സെഷൻ. ശരിക്കും സാറ് ആരും ശ്രീകുമാർ സാറ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ആരും പറഞ്ഞില്ലെങ്കിൽ സാർ ഇങ്ങനെ പറയുമ്പം നമുക്ക് കുറച്ച് കൂടുതൽ അറിവ് കിട്ടുകയാണ്. സാറിന്റെ ക്ലാസ്സുകളും അതുപോലെ ശ്രീജ വർഗീസ് സാറിന്റെ ക്ലാസ്സുകളും അതുപോലെ സാറിന്റെ റൈറ്റിങ്സും അതെല്ലാം നമ്മുടെ അറിവുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക് നോളജ് മാത്രമുള്ള ഒരാളിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അറിവ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സാർ ഒരിക്കലും അതിനകത്ത് നിന്ന് പിന്തിരിയരുത്. സാറ് കണ്ടിന്യൂ ചെയ്യണം. സാറിന്റെ റൈറ്റിങ്സും കണ്ടിന്യൂ ചെയ്യണം. ഒത്തിരി പ്രയോജനപ്രദമാണ് സാറിന്റെ റൈറ്റിങ്സും. താങ്ക് യു സാർ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വീണ്ടും കാണാം. ചൊവ്വാഴ്ച സിജി വർഗീസ് സാറിന്റെ സെഷനുണ്ട്. വെള്ളിയാഴ്ച ശശിധര സാറിന്റെ സെഷനുണ്ട്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Thank you so much.